ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ ഞങ്ങളുടെ ദുബായിലെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടത്. ഞങ്ങൾ രാവിലെ എണീറ്റ് ഒരു 6:15 കേട്ടോ. അപ്പോഴേക്ക് ഇതാ നോനൂന് സ്കൂളിൽ പോകാനുള്ള ഫുള്ള് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സ്കൂൾ സിസ്റ്റമൊക്കെ വെറൈറ്റിയാണ് കേട്ടോ. നമ്മുടെ മദ്രസിൽ പോകുന്ന സമയമാകുമ്പോഴേക്ക് സ്കൂളിൽ പോകാനാവുമേ. അപ്പോൾ നോന് സ്കൂളിൽ പോകണ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ താഴേക്കൊന്ന് ഇറങ്ങിയതേനി. അങ്ങനെ അവൻ്റെ സ്കൂൾ ബസ് വന്നിട്ട് അവൻ സ്കൂളിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇതാ തിരിച്ച് നമ്മൾ റൂമിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ റൂമിലെത്തിയ പഠനം അവിടെ കാലിച്ചായയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ തലേ ദിവസം നമ്മുടെ അയൽവാസിക്കാക്കി ഫാമിലിയൊക്കെ വന്നിന് അവർ കൊണ്ടുവന്നതിന് കേട്ടോ. അപ്പോൾ ഒരു വന്ന സമയത്ത് ഞങ്ങൾ അനിയനെ കാണാൻ വേണ്ടിയിട്ട് അബുദാബി പോയതിന്. അപ്പോൾ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലേനി. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അവരോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ദോശയും ഇഡ്ഡലിയും ചട്നിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇനി ഉച്ചയ്ക്ക് അവർ വരുന്നുണ്ട്. അപ്പോഴേക്കും മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ. വലിയ പരിപാടിയൊന്നും ഇല്ല. ഇനി കാര്യമായിട്ട് നമ്മുടെ നാട്ടിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ സവാള അരിയണം, അങ്ങനത്തെ പരിപാടികളാണ്. ഇവിടെ ഒക്കെ റെഡിമെയ്ഡാണ് കേട്ടോ. അതുകൊണ്ടൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് മസാല പറ്റി റെഡിയാക്കി വെക്കാനുള്ളതെന്ന്. അപ്പം അതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങളിതാ ചെറിയൊരു മഴയും പെയ്തിട്ട് ആ ഒരു സമയത്ത്. അപ്പോൾ ഞങ്ങൾ വന്ന് പിറ്റേന്ന് തന്നെയാണ് നല്ലൊരു മഴ കിട്ടി. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പം കുറച്ച് മാങ്ങ ഒക്കെ കൊണ്ടുവന്നിന് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ കടുമാങ്ങ ഉണ്ടാക്കാമെന്ന്. അപ്പം നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന രീതിയിലൊന്നുമല്ല കേട്ടോ. ഇവിടെ ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ട് ഒരു വെറൈറ്റി രീതിയിലായിരുന്നു കേട്ടോ കടുമാങ്ങ ഉണ്ടാക്കിയ. എന്താ നല്ല പോലെ ഇഞ്ചി ഇട്ടിട്ടാണ് കേട്ടോ. ഉലുവ, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചെറിയ ഇതിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട്, പിന്നെ കുറച്ച് മുളകും പൊടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ കടുമാങ്ങ റെഡി ആയിട്ടുണ്ട്. ബിരിയാണി ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പായസം കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അവരെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ നമ്മൾ. അങ്ങനെ അവർ വന്നു, ഭക്ഷണം കഴിച്ചു. ഇതൊക്കെ അവർ വന്നപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ. വെറൈറ്റി ജ്യൂസ് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഒരേ ദിവസത്തിനുള്ള പച്ചക്കറി സംഭവങ്ങളൊക്കെ കൊണ്ടാട്ടോ അവർ വന്നിട്ടുള്ളത്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് അവർ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ദുബായ് ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കൂടുതൽ വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ. ടേക്ക് കെയർ, ബൈ.